ജോർജിന്റെ മണ്ഡലത്തിലെ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ വനിതാ ഉദ്യോഗസ്ഥരോട് അപമര്യാദയായി പെരുമാറിയ ഉദ്യോഗസ്ഥർക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോഴഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ പ്രകടനമാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ കടന്നു വരുന്നത്. മണ്ഡലത്തിലെ ജില്ലാ ആശുപത്രിയിലെ വനിതാ ഉദ്യോഗസ്ഥരോട് അപമര്യാദയായി പെരുമാറിയ ഉദ്യോഗസ്ഥർക്കെതിരെ പോലീസ് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ ജീവനക്കാരെ ലോഡ്ജിലോട്ട് വിളിച്ചിട്ട് പരിശോധിക്കണം എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോയാൽ എങ്ങനെയാണ് ആ പരിശോധന നടത്തേണ്ടത് എന്നുള്ളത് അവരെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഈ നാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് അറിയാം എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ദിവസങ്ങളാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പാവം പിടിച്ച വനിതാ ഉദ്യോഗസ്ഥർ അവരോട് വളരെ മോശമായി, നമുക്കറിയാം ഒരു ഓഫീസിലാവുമ്പോൾ തമാശ പറയും, കാര്യങ്ങൾ പറയും. പക്ഷെ ഇതല്ല, ഇത് പറയുന്നത് അവരുടെ കൂടെ ചെല്ലാനാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞ ലൈംഗികമായ പരാമർശങ്ങൾ നടത്തിയ, അശ്ലീലമായ പരാമർശങ്ങൾ നടത്തിയ ഉദ്യോഗസ്ഥർ, ആ ഉദ്യോഗസ്ഥരുടെ എല്ലാ വിവരങ്ങളും ഈ നാട്ടിലെ പോലീസ് സേനയും ഈ നാട്ടിലെ ഭരണത്തിലിരിക്കുന്ന ആളുകളും എല്ലാം മനസ്സിലാക്കിയിട്ടും ഒരു ചെറുവിരൽ അനക്കുവാൻ ഇവിടുത്തെ പോലീസിന് സാധിക്കുന്നു. അവിടെയുള്ള ഇന്റേണൽ കമ്മിറ്റിയുടെ മുമ്പായിട്ട് ഈ ഉദ്യോഗസ്ഥ പരാതി നൽകി. ആ പരാതി 6 മാസം എടുത്ത് ഒരു ഫയലിന്റെ അകത്ത് കെട്ടിവെച്ചേക്കുമായിരുന്നു. പിന്നീട് അത് വലിയ പ്രശ്നമായി മാറും എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ പറയുന്ന 3 ഉദ്യോഗസ്ഥർക്കെതിരെ, പ്രതികളായ ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തു എന്നാണ് പറയുന്നത്. സസ്പെൻഷൻ അവർക്ക് ശമ്പളം ലഭിക്കുന്ന തരത്തിലുള്ള സസ്പെൻഷനാണ്. എന്ന് പറഞ്ഞാൽ നീ വീട്ടിൽ ഇരുന്ന് ശമ്പളം പറ്റി ഓസിനിരിക്കണം, ഇപ്പൊ ഓഫീസിൽ നിങ്ങൾ പീഡനം നടത്തണ്ട, നാട്ടിലെവിടെയെങ്കിലും സൗകര്യം ഉണ്ടെങ്കിൽ നടത്തിക്കോളൂ എന്നുള്ളതല്ലേ അതിന്റെ അർത്ഥം? ഇതാണോ ബന്ധപ്പെട്ട അധികാരികൾ ചെയ്യേണ്ടത്? ഇവിടെ നമുക്കറിയാം, ഒരു സ്ത്രീക്കെതിരെ ഒരു പരാമർശമുണ്ടായാൽ, അശ്ലീല പരാമർശമുണ്ടായാൽ, ലൈംഗികമായ പരാമർശമുണ്ടായാൽ വളരെ പെട്ടെന്ന് തന്നെ സ്വമേധയാ കേസെടുക്കുവാൻ പോലീസിന് അധികാരമുണ്ട്. പക്ഷേ കോഴഞ്ചേരിയിലെ പോലീസ് അതിന് തയ്യാറാവുന്നില്ല. അവരുടെ കൈകൾ കെട്ടിയിരിക്കുക. ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം തന്നെ നടപടിയെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട്, സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട്, എല്ലാ അലവൻസും എല്ലാ ശമ്പളവും കൊടുക്കുന്ന സസ്പെൻഷൻ അത് ഏത് നിയമമാണ്? അത് ചോദ്യം ചെയ്യുവാൻ ഈ നാട്ടിൽ ആരെങ്കിലും വേണ്ടേ? നമ്മുടെ സഹോദരിമാർക്ക്, നമ്മുടെ അമ്മമാർക്ക്, നമ്മുടെ പെൺകുട്ടികൾക്ക് റോഡിൽ ഇറങ്ങി നടക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യം കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ എല്ലാം ഒരു പക്ഷത്ത് നിൽക്കുന്നത് CPM-ന്റെ പ്രവർത്തകന്മാർ, DYFI-യുടെ പ്രവർത്തകന്മാർ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഈ കേരളത്തിലെ ആരോഗ്യ വകുപ്പിന്റെ മുഴുവൻ ആംബുലൻസിന്റെ ഡ്രൈവർമാരുടെ ഒരു ചരിത്രം ഒന്നെടുക്കണം. ഒന്നെങ്കിൽ സ്ത്രീപീഡന കേസിലെ പ്രതി, അല്ലെങ്കിൽ പോക്സോ കേസിലെ പ്രതി, അതല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും മോഷണ കേസിലെ പ്രതി. എടാ, കോവിഡ് കാലത്ത് കോവിഡുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ വന്ന ഒരു സ്ത്രീയെ ആംബുലൻസിന്റെ ഡ്രൈവർ ആ ആംബുലൻസിൽ വെച്ച് പീഡിപ്പിച്ച ചരിത്രം ഈ പത്തനംതിട്ടയിലല്ലേ? പത്തനംതിട്ടയിലെ നമ്മുടെ മന്ത്രി ബഹുമാനിയായ വീണ ജോർജ് അവരെപ്പോഴും പറയുന്നത് സ്ത്രീ സുരക്ഷയെ കുറിച്ചാണ്. ഒരു മാധ്യമ പ്രവർത്തക കൂടിയാണ്. പക്ഷെ ഈ സ്ത്രീ സുരക്ഷയെ കുറിച്ച് പറയുന്ന ഈ മന്ത്രി അവരുടെ മണ്ഡലത്തിലെ ഒരു ആശുപത്രിയിൽ നടന്ന ഈ പീഡന കഥ അറിഞ്ഞില്ലേ? അറിഞ്ഞാൽ അവരൊന്നും ചെയ്യുകയില്ലേ? നമുക്കറിയാം. കോഴിക്കോട്ട് നിങ്ങൾക്കറിയാം, കോഴിക്കോട്ട് അവിടെയുള്ള ഒരു നേഴ്സിന് നേരെ നടന്ന പീഡനത്തിൽ പ്രതിയായ ആളിന് എതിരെ അവിടെയുള്ള ഒരു ഉദ്യോഗസ്ഥ മൊഴി കൊടുത്തു. ആ മൊഴി കൊടുത്തു എന്നതിന്റെ പേരിൽ അവരെ കാസർഗോട്ടേക്കാണ് സ്ഥലം മാറ്റിയത്. അത്തരത്തിൽ സ്ഥലം മാറ്റിയപ്പോൾ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞു, ഇത് ശരിയല്ല, നീതികേടാണ്, അവരെ തിരിച്ച് അവിടെ പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. മന്ത്രി വളരെ പെട്ടെന്ന് തന്നെ ഉത്തരവിട്ടു, അവരെ പോസ്റ്റ് ചെയ്തു കോടതി പറഞ്ഞപ്പോൾ. ആ മന്ത്രിയുടെ നാട്ടിലാണ് ഇത്തരത്തിലുള്ള പീഡനങ്ങൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ആംബുലൻസിൽ പീഡനം, ഓഫീസിനുള്ളിൽ പീഡനം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലുടനീളം സ്ത്രീകൾക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങൾ 1ഉം 2ഉം ആണോ? നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളിലെ പ്രതികളാരാണ്? കട്ടപ്പനയിലും അതോടൊപ്പം തന്നെ വാളയാറിലുമൊക്കെ SC വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ കൊന്ന് കെട്ടിത്തൂക്കിയ കാവാലിയന്മാർ
ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തി ഇവർ തന്നെയാണ് കൊലപാതകികൾ. പക്ഷേ അവർക്കെതിരെ വിധി നടത്തുവാൻ കഴിയുന്നില്ല, കാരണം തെളിവുകളില്ല. ഈ തെളിവുകൾ അവിടെ പോയി. പ്രതിയാണെന്ന് മനസ്സിലാക്കിയിട്ടും ഒരു വിധി പുറപ്പെടുവിക്കുവാൻ കോടതിക്ക് കഴിയാത്ത സ്ഥിതി എങ്ങനെയുണ്ടായി? അതിന്റെ കേസുകളും മറ്റുള്ള കാര്യങ്ങളും മൊഴികളും സാഹചര്യ തെളിവുകളും എല്ലാം വലിച്ചു കീറി റോഡിലിറങ്ങു. പിണറായിക്ക് വേണ്ടി, CPM-ന്റെ ഉന്നതരായ നേതാക്കന്മാർക്ക് വേണ്ടി, DYFIയുടെ പ്രവർത്തകരായതുകൊണ്ട് ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾ നിസ്സഹായരാണെന്ന് ഞങ്ങൾക്കറിയാം. കാരണം നിങ്ങളൊരു ചോദ്യം ചോദിച്ചാൽ, നിങ്ങളൊരു കേസെടുത്താൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ സസ്പെൻഷനാണ്. ഇപ്പൊ ഇവിടെ നവീൻ ബാബുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഉദ്യോഗസ്ഥരെ കണ്ണൂരിൽ നിന്നും സ്ഥലം മാറ്റിയെന്നാണ് അറിയുവാൻ കഴിയുന്നത്. നവീൻ ബാബു എന്ന് പറയുന്ന മലയാളപ്പുഴ സ്വദേശിയായ ആ പാവം പിടിച്ച ഉദ്യോഗസ്ഥൻ അവിടെ നീതി നടപ്പിലാക്കുവാൻ ശ്രമിച്ചു. ഒരു പെട്രോൾ പമ്പിനെ അവിടെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുവാൻ വേണ്ടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞപ്പോൾ അത് സാധ്യമല്ല, എല്ലാ രേഖകളും ഉണ്ടെങ്കിലേ അതിന് കഴിയുകയുള്ളൂ എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. എല്ലാ രേഖകളും ലഭിച്ചപ്പോൾ അവിടെ ആ പമ്പിന് NOC കൊടുത്തു. അതിന്റെ പേരിൽ ആ പാവം പിടിച്ച ഉദ്യോഗസ്ഥനെ ഏറ്റവും അവസാനം ദിവ്യയ്ക്ക് കോടതിയിൽ നിന്ന് ജാമ്യം കൊടുത്തപ്പോൾ സ്വീകരിക്കാൻ പോയതാരാണ്? CPM-ന്റെ ഉന്നതരായ നേതാക്കൾ, ശ്രീമതി ടീച്ചറിനെ പോലെയുള്ള ഉന്നതമായ നേതാക്കന്മാർ, ആന്തൂരിലെ പഴയ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആളുകൾ. നാണമില്ല ഇവർക്ക്? ഒരു സാധാരണക്കാരനെ കെട്ടിത്തൂക്കി കൊന്നിട്ട് അവരെ സംരക്ഷിക്കുവാൻ വേണ്ടി നടക്കുന്ന ഈ നീക്കങ്ങൾ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ആശുപത്രിയെ അപമാനിക്കുന്ന രീതിയിൽ, സ്ത്രീത്വത്തെ ഹനിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ ആശുപത്രിയിൽ നടക്കുന്നു എന്ന് ആശുപത്രിയുടെ ജീവനക്കാർ തന്നെ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. വളരെ ഉത്തരവാദിത്തം, ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആശുപത്രിയിലെ സ്ത്രീ പീഡന പരാതി വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഓക്സിജൻ പ്ലാന്റ് ഒരു വർഷം പോലും പ്രവർത്തിക്കാതെ പൊട്ടിത്തെറിച്ചതിലെ അഴിമതി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, കോവിഡ് കാലത്തെ അഴിമതി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി സമരപരിപാടി. അതിന്റെ കൂടാതെ ഇപ്പോൾ പുതിയൊരു പരിപാടി ജില്ലാ ആശുപത്രിയിൽ നടപാടിയിരിക്കുന്നത്. ഇവിടുത്തെ വനിതാ ഉദ്യോഗസ്ഥരോടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പല രീതിയിലുള്ള അപമര്യാദയായുള്ള പെരുമാറ്റങ്ങൾ. ആ വനിതാ ഉദ്യോഗസ്ഥ നിരവധി തവണ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് പരാതി നൽകി. അത് പൂഴ്ത്തിവെക്കുവാനാണ് വളരെ കാലം ശ്രമിച്ചത്. ഏകദേശം 6 മാസം മുൻപേ തൊട്ടേ ആ വനിതാ ഉദ്യോഗസ്ഥ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവരെ